ഹലോ ഗായ്സ്, പുതിയൊരു രാത്രിയിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും നിങ്ങളുടെ സ്വന്തം മദ്യപാനി നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഹാർദവമായി എന്നുള്ള വാക്കൊക്കെ എന്റെ വായത്തിൽ കഴിച്ചപ്പെട്ടാത്ത വാക്കാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും നല്ല റോയൽ ആയിട്ട് മദ്യപാനി ഇൻവൈറ്റ് ചെയ്തു, വെൽക്കം ചെയ്തു. അപ്പൊ ഗായ്സ്, മദ്യപാനി എന്തായാലും റൂട്ടീൻ ചെക്കപ്പ് നടത്തുകയാണ് ഏത് സാധനം വേണമെന്നുള്ളത്. കാരണം ഈ റോസിലിരിക്കുന്ന എല്ലാ ഐറ്റംസും മദ്യപാനി യൂസ് ചെയ്തിട്ടുള്ളതാണ്. വളരെ റെയർ ആയിട്ട് മാത്രമേ ഇല്ലാത്ത സാധനങ്ങളുള്ളൂ. എന്ത് വേണം ഗായ്സ്, നിങ്ങൾ തന്നെ പറ. നമുക്കിന്ന് ബ്ലാക്ക് ഡോഗ് ഉണ്ട്. അതിനിടയിൽ ഒളിച്ചൊരു പുള്ളിക്കാനിരിക്കുന്നുണ്ടോ? ബ്ലാക്ക് ഡോഗ് സാധനം അവൈലബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ. ജസ്റ്റ് എടുക്കുന്ന പോലെ കാണിച്ചേക്ക്. ഇനി പോരട്ടെ മോനെ. ഓക്കെ, വൺ ഓഫ് ഇന്ത്യസ് ഓൾ ടൈം ഫേവറേറ്റ് വിസ്കി. ഈ പേര് കേൾക്കാത്ത അധികം മദ്യപാനികളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. വളരെ പ്രീമിയമാണ് ഇന്ത്യയിൽ. അതാണ് ഗായ്സ് ബ്ലാക്ക് ഡോഗ്. ഞാനൊക്കെ വെള്ളവടി തുടങ്ങിയ സമയം തൊട്ട് കേൾക്കുന്ന പേരാണ് ബ്ലാക്ക് ഡോഗ്. പിന്നെ പിന്നെ അതെന്താണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയായിരുന്നു. പിന്നെ ഒരിക്കൽ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കി. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി, ഏജ് ആൻഡ് റെയർ. അതെ ഗായ്സ്, തീർച്ചയായും ഇതൊരു റെയർ സാധനമാണ്. അതുപോലെ തന്നെ ഡിസ്റ്റിൽ, ഏജ് ആൻഡ് ബ്ലെൻഡഡ് ഇൻ സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡുകാരുടെ ആണല്ലോ ഏറ്റവും കൂടുതൽ സ്കോച്ച് വിസ്കീസും. നമ്മുടെ ചാനലിലും സ്കോട്ടിഷ് സാധനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ലെജൻഡ് എന്ന് വേണം പറയാൻ, പ്യുവർ ലെജൻഡ്. അഗെയിൻ ലെജൻഡിന് വേണ്ടി ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മള്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ഡോഗിന്റെ ഒരു ഫുള്ളിന് 2590 രൂപയാണ്. ഇത് നമ്മുടെ ഇതിന്റെ ബോട്ടിൽ പ്രൈസ് ആണ് പറയുന്നത്. ബട്ട് ഓക്കെ, അതെ ഗൈസ്, അപ്പൊ ഇത് ബോട്ടിൽ റേറ്റ് ആണ്. പക്ഷേ ഓരോ ബാറിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അതിന്റെ പെഗ് റേറ്റിലായിരിക്കും സാധനം നിങ്ങൾക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിവ്യൂ ആണ്. അതിലെ ഏറ്റവും ഫസ്റ്റ് ഫേസ് ആയ നോസിംഗിലായിട്ട് നമ്മൾ എത്തിയിരിക്കണം. ബ്ലാക്ക് ഡോഗ് ഒരു തവണ മദ്യപാനി നോസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്താണെങ്കിൽ പോലും ഒരിക്കൽ കൂടെ ചെയ്യാൻ പറ്റുന്നതിൽ ഐ ഫീൽ പ്രൗഡ് ഗായ്സ്. കാരണം ഇതുപോലൊരു ലെജൻഡിനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കും ഒരു കിട്ടും. തീർച്ചയായിട്ടും അതിന് മുമ്പ് മദ്യപാനി കിട്ടുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരിക്കൽ കൂടെ കിട്ടിയെന്ന് പറഞ്ഞ് നഷ്ടമൊന്നും സംഭവിക്കില്ലല്ലോ. സോ ഹിയർ ഗോസ് ഗായ്സ്. നമ്മൾ ആ മൂക്കിന് അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെയുള്ള ഫീൽ എന്ന് പറഞ്ഞിരുന്നറിയോ, ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു കാരമലിന്റെ ഒരു ഫീൽ. പിന്നെ കുറച്ചുകൂടെ മണത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മണത്താലും അറിയാൻ പറ്റും. എവിടെയൊക്കെയോ നല്ല വാനിലയുടെ പിഞ്ച് കിട്ടുന്നുണ്ട്. വാനില എടുത്തു നിൽക്കുന്നത് ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒരു നല്ലൊരു ആരോമയാണ് നമുക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ നോസിംഗ് റൗണ്ട്. നമ്മുടെ സെക്കൻഡ് ഫേസ്, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഓഫ് അവർ റിവ്യൂ റൗണ്ട്, ടേസ്റ്റ് നോട്ട് കണ്ടെത്തുന്നത്. കാരണം ഒന്നും കൂടെ മണത്ത് നോക്കുക. ആ ചോക്ലേറ്റ് ഫീൽ ഉണ്ടല്ലോ, അത് എടുത്തു പറയേണ്ട ഒരു ക്രൈറ്റീരിയ ആണ്. കാരണം എല്ലാ ലിക്കേഴ്സിനൊന്നും ഇതുപോലെ നല്ല ആരോമാസ്, അതായത് നമുക്ക് മൈൻഡ് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ആരോമാസ് ഒന്നും നമുക്ക് ഒരുപാട് കിട്ടത്തില്ല. ബട്ട് ദിസ് വൺ ഹിയർ ഹാസ് ഇറ്റ് ഓൾ. കാരണം അന്ന് മദ്യപാനി കഴിച്ചപ്പോഴും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ബ്രാൻഡ്. ബട്ട് അന്ന് നമുക്ക് വളരെ റെയർ ഒറ്റ പെഗ് മാത്രം നമ്മൾ ട്രൈ ചെയ്തു. ഇപ്പൊ രണ്ടാമതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും എൻജോയ് ചെയ്ത് മദ്യപാനി നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് തരുന്നത്. സോ ഐ എം ഗോണ ടേസ്റ്റ് ദിസ് ഗായ്സ് ആൻഡ് വിൽ റിവ്യൂ ഇറ്റ്. പറഞ്ഞതുപോലെ തന്നെ, പറഞ്ഞില്ല ബട്ട് പറയാൻ പോകുന്നത് പോലെ തന്നെ നല്ല റിച്ച് കാരമലിന്റെ ഫ്ലേവർ ഉണ്ട്. പിന്നെ എവിടേക്കോ ഇപ്പൊ സംസാരിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ നാവിൽ വരുന്നത് നല്ലൊരു തേനില്ലേ, ഹണി, അതിന്റെ ഒരു ഫീലും നല്ല നോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് എടുത്തിരിക്കുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് എഫക്ട് ഉണ്ട്, കാരമൽ ആൻഡ് സ്ലൈറ്റ് മൈൽഡ് ടേസ്റ്റ് ഓഫ് ഹണി. പിന്നെ ഓക്കിന്റെയും ചെറിയൊരു വാനിലയുടെ എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് എവിടേക്കോ.
കാരണം ആഫ്റ്റർനോട്ടാണ് അതൊക്കെ. അതായത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഇത് നമുക്ക് വായി ടേസ്റ്റ് വരുമല്ലോ, ആ ടൈമിലൊക്കെ ചെറിയൊരു വാനിലയുടെ ഒരു എഫക്ട് നമുക്ക് ഫീൽ ആവും. അപ്പോൾ നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ഡോഗ് എന്ന് പറയുന്ന സാധനം. കാരണം മോശപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ടേസ്റ്റ് ആംബിയൻസും അതിനകത്തില്ല. ഉള്ള ടേസ്റ്റുകളെല്ലാം ഏതൊരു മനുഷ്യനും, സാധാരണ മനുഷ്യന്, ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ഫീലും കിട്ടുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് ഡോഗ് എന്ന് പറയുന്ന സാധനം. ഇത് നമുക്ക് ഓർത്തഡോക്സും എല്ലാം കഴിക്കാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനം. ബട്ട് എന്താ ഇങ്ങനത്തെ സോഡ ഒഴിച്ചേ കഴിക്കുന്നുള്ളൂ. കാരണം നമ്മളിപ്പോ ഇത് അടിച്ച് പൂസാണെന്നല്ല കഴിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് 2 പീസ് ഐസും കൂടി ഇട്ടിട്ട് നമുക്ക് സമാധാനത്തിൽ ഒന്ന് കഴിക്കാം. സ്റ്റേ വിത്ത് മീ ഗയ്സ്. നമ്മൾ എന്ത് കഴിക്കുമ്പോൾ കലങ്ങണം. ഇല്ലെങ്കിൽ യോധയിൽ നമ്മുടെ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ കലങ്ങില്ല എന്ന് പറയേണ്ടി വരും. മദ്യപാനി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കലങ്ങില്ലെന്ന്, ഡ്രങ്കൻ ചെയ്യും. അപ്പൊ ആ ഡ്രങ്കന്റെ ഒരു മാനസികാവസ്ഥ വെച്ച് ഡ്രങ്കൻ പറയും നല്ലപോലെ കലക്കി ഒരെണ്ണം കൂടെ ഒഴിച്ച് തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. നല്ല സാധനം സന്തോഷത്തോടെ കഴിക്കുക. മാൻഡ്രാക്കൊന്നും അല്ല സന്തോഷത്തോടെ ഏറ്റുവാങ്ങാനായിട്ട്. സോ ഹിയർ ഇറ്റ് ഗോസ് ഗയ്സ്. ഇത്ര സോഡ കൂടിപ്പോയെന്ന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. പറയാൻ വേണ്ടിയിരുന്നില്ല. ബട്ട് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഞാൻ റിവ്യൂ ചെയ്ത് പറഞ്ഞ പോലെ വായിന് മുഴുവൻ ആ ചോക്ലേറ്റിന്റെ ഫീലാണ്. അതും ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഫീൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാരമലിന്റെ ഒരു ഇത് കിട്ടും. പിന്നെ എവിടെയൊക്കെ ഒരു ഹണിയുടെ ഫീൽ. ഇത് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ബ്രാൻഡ് ഓഫ് വിസ്കി. ഇതൊക്കെയാണ് മോനെ കഴിക്കേണ്ടത്. ബ്ലാക്ക് ഡോഗ് എന്ന് ചുമ്മാ പറയുന്നതല്ല. ഇതിന്റെ ആ പേരിലും വിലയിലും അല്ല കാര്യം, ഇതിന്റെ ക്വാളിറ്റി, അതിലാണ് ഇതിന്റെ എല്ലാം ഉള്ളത്. അല്ലാതെ പ്രൈസ് കണ്ടിട്ട് നിങ്ങളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, വില കൂടിയ സാധനമായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരിക്കലും അല്ല. ഞാൻ മദ്യപാനി ചെറിയ ക്വാർട്ടർ മേടിച്ചിട്ടുണ്ട് 200 രൂപ താഴെ. അതിലുമുണ്ട് നല്ല ഇതുപോലെ നല്ല സാധനങ്ങൾ. ഞങ്ങളുടെ വീഡിയോ കാണിക്കുന്നുണ്ട്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ, ഡിസ്റ്റിങ്റ്റീവ് ലെവൽ. അതാണ് ഇതിനെ കുറിച്ച് പറയേണ്ടത്. ഇതൊക്കെ ഫുള്ള് മേടിക്കാൻ മദ്യപാനിക്ക് ചിലപ്പോഴേ കഴിക്കുമ്പോൾ ഇതൊരു ഫുൾ ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് തന്നെ ഇതിന്റെ ഫുൾ എനിക്ക് വേണം. ബട്ട് അതൊക്കെ എന്തിന് അല്ലെ? നമ്മളിപ്പോ കുടിക്കുന്ന ആൾക്കാർ, അതായത് യഥാർത്ഥ ഡ്രങ്കേഴ്സ്, മദ്യപാനി ഈസ് നോട്ട് എ റിയൽ ആൽക്കഹോളിക്. നമ്മൾ വീഡിയോക്ക് വേണ്ടി കുടിക്കും, അത്രേ ഉള്ളൂ ഗയ്സ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. നിങ്ങൾ പലരും ചോദിക്കുന്നത് എല്ലാ ദിവസവും കുടിച്ചിങ്ങനെ നടന്നാൽ എങ്ങനെയാ ബ്രോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ കുടിച്ച് നടക്കാറില്ല ഗയ്സ്. അപ്പോൾ എന്നിരുന്നാലും ഈ സാധനം എപ്പോഴെങ്കിലും വല്ല ടൂറൊക്കെ പോവുകയാണെങ്കിൽ, അൺഒഫീഷ്യൽ ടൂർ, നോട്ട് ഇൻ ദ ചാനൽ ഗയ്സ്, അങ്ങനെയാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോയി നൈസായിട്ട് കഴിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണിത്. നിങ്ങളായാലും ടൂറൊക്കെ പോകുമ്പോൾ വെള്ളമടിക്കാരാണെങ്കിൽ, കുടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയാൽ പ്യുവർ എൻജോയ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അടിച്ച് പൂസായി വലയിടത്തും ചുരുണ്ട് കുടിക്കണം ഉറങ്ങേണ്ടി വരില്ല, ജവാനെ പോലൊക്കെ ഉള്ള ഐറ്റംസ് മേടിച്ചു പോയാൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗയ്സ്. ദാറ്റ്സ് എ ഫൈനൽ റിവ്യൂ ആൻഡ് മൈ റേറ്റിംഗ് വിൽ ബി 9.5 out of 10 in any category. ജനറൽ കാറ്റഗറി എന്നോ അല്ലെങ്കിൽ ഈ സെഗ്മെന്റ് എന്നോ പറയേണ്ട കാര്യമില്ല. ഏത് സെഗ്മെന്റ് എടുത്ത് നോക്കിയാലും വിസ്കി സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ. That's it guys. Cheers. അപ്പൊ ബ്രോ നിങ്ങൾ പേടിക്കണേ, അത്ര കിക്കൊന്നുമല്ല. ഏതാ പേരുള്ളത്? താഴത്തെ പേരുകൾ തന്നെ ഉള്ളൂ എപ്പോഴും? ബീറ്റ് ബിയർ വേണ്ട മോനെ, ഞാൻ നശിപ്പിച്ച് വാങ്ങിയതാ ചാനലിട്ട് ഒരു ദിവസം. പിന്നെ സ്ട്രോങ് ഇല്ല ഉണ്ടോ? സ്ട്രോങ്, ബ്ലൂ, ബഡ്വൈസർ, മാഗ്നം. പിന്നെ എനിക്ക് എന്റെ കുട്ടി എത്ര രൂപ? 140. 160. അന്നൊരു കാര്യം ചെയ്യും, ഹെനിക്കന്റെ 2 കുട്ടി ബിയറിങ് എടുത്തു. ഹെനിക്കൻ 2 കുട്ടി. പിന്നെ കപ്പ ഐറ്റംസ് എല്ലാം ഉണ്ടോ? കോംപ്ലിമെന്ററി ഐറ്റംസ് എല്ലാം തീർന്നോ? പയർ അതെനിക്ക് താഴെ കൊണ്ടുവന്നതാ. അത്രയും മതി. നമ്മുടെ ഫിനിഷിംഗ് നോട്ട് വന്നിരിക്കുകയാണ്. ആ എന്റെ പൊന്ന് ബ്രോ, ഞാനിത് മോളിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ച സാധനമാണ്. അത് നിങ്ങൾ പിന്നെയും കൊണ്ടുവന്നു. അപ്പോ എന്നൊക്കെ എന്റെ കുട്ടി സാധനം ആദ്യം മേടിക്കുന്നു കണ്ടിട്ടുണ്ട്. ബട്ട് ഷുവർ. എത്ര മില്ലിയ പറഞ്ഞോ? 330. ഓക്കെ, അതും ബില്ലും കൂടെ എടുത്തേക്കെ.
2 ഗ്ലാസ് തേക്കത്തുള്ളൂ അല്ലേ? രണ്ടെണ്ണം പറയുമ്പോ ഓക്കെ. ബില്ലും വെറുതെ കപ്പ തീർന്നു പോയത് മോശമായി കേട്ടോ. എടുത്തില്ല. ഓ, ഓരോ ദിവസം സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ഫിനിഷിംഗ് നോ എപ്പോഴത്തെയും പോലെ ബിയർ അല്ലേ നമ്മുടെ ഫിനിഷിംഗ്, അല്ലാതെ നമുക്ക് ചാരായ ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല. സോ ഫിനിഷിംഗ് നോ ടൈം ഇസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മദ്യപാനി എപ്പോഴത്തെയും പോലെ വിചാരിക്കണം. സോ പുതിയൊരു ബ്രാൻഡുമായി ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുമ്പിൽ. അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് വിത്ത് യു ഗൈസ്.